സംസ്ഥാന സർക്കാർ ജോലിയിൽ നിന്ന് ഇന്ന് പെൻഷനായി പടിയിറങ്ങുന്നത് 16,638 ജീവനക്കാരാണ്. പോലീസിലെ 800 പേരടക്കമാണ് 16,638 പേർ. ഇതിൽ പകുതിയോളം അധ്യാപകരാണ്. ആകെ 22,000 പേരാണ് ഈ വർഷം വിരമിക്കുന്നത്. ഒരു മാസം ഇത്രയും പേർ ഒരുമിച്ച് വിരമിക്കുക സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ 23 DOമാരും 8 DDമാരും 2 റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും വിരമിക്കും. 8 ചീഫ് എഞ്ചിനീയർമാർ, 17 ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ, 33 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവരുൾപ്പെടെ KSEBയിൽ നിന്ന് 1099 പേരാണ് വിരമിക്കുന്നത്. പോലീസിൽ നിന്ന് പടിയിറങ്ങുന്നവരിൽ 15 SPമാരും 27 DVSPമാരും ഉൾപ്പെടുന്നു. ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ട MG സാബു വിരമിക്കുന്ന DVSPമാരിൽ ഉൾപ്പെടുന്നു. ഇൻസ്പെക്ടർമാർ മുതൽ DVSPമാർ വരെ 87 ഉദ്യോഗസ്ഥരാണ് അവിടെ പോലീസിൽ നിന്നും വിരമിക്കുന്നത്. PSCയിൽ നിന്നും അഡീഷണൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 48 പേർ വിരമിക്കും. PSC ആസ്ഥാനത്ത് 22 പേരും ജില്ലാ ഓഫീസുകളിൽ നിന്നായി 26 പേരുമാണ് വിരമിക്കുന്നത്. KSRTCയിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെ 674 പേർ വിരമിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് 200, തദ്ദേശ സ്വയംഭരണം 300, റവന്യൂ 461, ഭക്ഷ്യ പൊതുവിതരണം 66 എന്നിങ്ങനെയാണ് മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള പടിയിറക്കം. ഇവർക്കെല്ലാം കൂടി വിരമിക്കൽ ആനുകൂല്യം നൽകാൻ 9,151 കോടി രൂപയാണ് വേണ്ടത്. 14 ലക്ഷം മുതൽ 1,4 കോടി രൂപ വരെയാണ് ഒരാൾക്ക് പെൻഷൻ ആനുകൂല്യമായി നൽകേണ്ടത്. ആനുകൂല്യം നൽകാനും ഈ മാസത്തെ ശമ്പളത്തിനുമായി 3,500 കോടി സർക്കാർ കഴിഞ്ഞ ദിവസം കടമെടുത്തു കഴിഞ്ഞു. പെൻഷൻ പ്രായം കൂട്ടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നുവെങ്കിലും ഇത്തവണ സർക്കാർ തീരുമാനമെടുത്തില്ല. ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിലാണ് ഇടയ്ക്ക് പെൻഷൻ പ്രായം കൂട്ടാൻ ആലോചനയിട്ടത്. എന്നാൽ യുവജനങ്ങളുടെ എതിർപ്പ് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. KSRTCയിൽ നിന്ന് വിരമിക്കുന്ന ഡ്രൈവർമാർക്ക് താൽക്കാലികമായി വീണ്ടും ജോലി നൽകാൻ സാധ്യതയുണ്ട്. നിലവിൽ വിരമിക്കുന്നവർക്ക് പകരം താഴെത്തട്ടിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് ആലോചന. പുതിയ നിയമനങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ്. നടപ്പ് സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചുവെങ്കിലും നടപടി എങ്ങും എത്തിയിട്ടില്ല. ഇത്രയും പേര് ഒരുമിച്ച് പോകുമ്പോൾ പകരം റിക്രൂട്ട്മെൻറ്റ് നടക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് തൊഴിൽ രഹിതരായ യുവതി-യുവാക്കൾ. അവരുടെ പ്രതീക്ഷയാണ് വിരമിച്ച ഒഴിവിൽ നിയമനം നടത്താതെ താൽക്കാലികക്കാരെ തിരികെ കയറ്റുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് യുവജന സംഘടനകളും.